ഈ നടുവണ്ണൂർ ക്ലബ്ബ് കാണുമ്പോൾ അത്യാവശ്യം അസൂയ തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്ലാനിങ് നടക്കുന്നത്. അതായത് എല്ലാ ആളുകളും വളരെ ആക്റ്റീവായിട്ട് ഇവിടുത്തെ ഓരോ സംരംഭങ്ങൾക്കും അവരെ ഇനിഷ്യേഷനുണ്ട്, എല്ലാവരുടെ പാർട്ടിസിപ്പേഷനുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും മറ്റ് മെമ്പേഴ്സ് ആയാലും എല്ലാവരും വളരെ നല്ല ഊർജ്ജസ്വലരായിട്ട് ഇതിനോട് സഹകരിക്കുന്നു. ലയണിസം എന്താണ്, ലയൺ പ്രസ്ഥാനം എന്താണ് നടുവണ്ണൂർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ക്ലബ്ബ് ഇതൊരു വലിയ ക്ലബ്ബായിട്ട് മാറും എന്നുള്ള ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഈ ഞങ്ങളുടെ പേരാമ്പ്ര ക്ലബ്ബ് പഴയ ക്ലബ്ബാണ്. ഏതാണ്ട് 40-42 വർഷം പഴക്കമുള്ള ക്ലബ്ബാണ് പേരാമ്പ്ര ക്ലബ്ബ്. എന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്, വിഷയങ്ങളൊന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കുറഞ്ഞ നാളുകളിൽ ഉണ്ടായിരിക്കുന്ന ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പം നമ്മൾ ഇതൊന്നും പോരാ, ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നിപ്പോവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ പേരാമ്പ്ര ക്ലബിലുള്ള സുഹൃത്തുക്കളുണ്ട്, നടുവണ്ണൂരുള്ള പ്രദേശവാസികളുണ്ട്, ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ഞങ്ങളുടെ ലയൺ ലീഡേഴ്സ് ഇവിടെയുണ്ട്, പഴയ ഡിസ്ട്രിക്ട് ഗവർണർ PDG രജീഷ് സാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയേണ്ട സദാനന്ദ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അദ്ദേഹമുണ്ട്, സൂരജ് സാറുണ്ട്, പിന്നെ നമ്മുടെ PDG സുജിത് സാറുണ്ട്, പിന്നെ എൻ്റെ മറ്റ് എല്ലാ ആളുകളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഈ ആളുകൾ ഇനിയിപ്പം സീനിയേഴ്സായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വത്സല ചേച്ചി ലയൺസ് ക്ലബിന് ഒരു സീനിയർ മെമ്പറാണ്. ഇപ്പോഴുള്ള ഒരു ക്ലബിൻ്റെ ഭാരവാഹി അല്ലെങ്കിൽ ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷമാണ്. ഇവിടുത്തെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും, എന്തുമാത്രം കഴിവുണ്ട് എന്നുള്ളത്. വളരെ പക്വതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇദ്ദേഹം കണ്ണൂരായിരുന്നു കേരളം. അപ്പോൾ ബാക്കിയുള്ള ഓരോ മെമ്പർമാരും എല്ലാം ഏതാണ്ട് 20ഓളം മെമ്പർമാരും ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേരെങ്കിലും ആബ്സെൻ്റ് ആയിട്ടുണ്ട്. എന്നാലും ഉള്ള ആളുകൾ എല്ലാവരും വളരെ സ്മാർട്ടായിട്ടുള്ള മെമ്പർമാരും മറ്റു ഭാരവാഹികളും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സായാഹ്നം നമ്മൾ വൈകി ക്ലബ്ബ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നുള്ളൊരു ഓഫർ കൂടി നിങ്ങൾക്ക് തരികയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാൻ ഉപകരിക്കുന്നു. ജയിലാൻസം. We now invite our guiding lion, Suresh Nambiar IPT, to say a few. Lion CC Rajesh, Vijay, other members, very warm good evening. It's a great privilege and honor to serve as the guiding lion of Lions Club Nadavanur. Last year, during my presidency, we planned of forming 3 clubs: Lions Club of Lakshadweep, Lions Club of Nadavanur, Lions Club of Mattayu. But we could not materialize. We could materialize the Lions Club Nadavanur only, as the club was chartered at the end of Lions Club year 24-25. As initial discussion under the leadership of Lions Nadavanur President Lions Suresh Babu and Secretary Lions Anil Galud, along with Governor Alex Ravi Gupta, Lion Rajesh DET Coordinator, along with the past President Lion Rashishi, then it was decided to form the club with 20 members. President of Lions Club Thalasheri held various positions and at present he is. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ശരിക്കും നമ്മൾ ജൂൺ 30 മുമ്പേ ചെയ്യേണ്ട ഒരു കടമയായിരുന്നു. ഒരു ഗവർണറുടെ വർഷം ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ്. അതിനുള്ളിൽ തീർക്കേണ്ടതാണ് ഒരു പുതിയ ക്ലബ്ബ് ഉണ്ടാക്കൽ, അതിന് ഇനോഗ്രേഷനിൽ. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളും തിരക്കലും കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും ആ ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം. പക്ഷേ ഇതിപ്പോൾ വലിയൊരു ഹോളായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹോളാണെങ്കിൽ ഇന്ന് നിറഞ്ഞു കവിയുന്ന ഹോളിലായിരിക്കും ഈ പരിപാടി നടത്തുന്നുണ്ടാകുക. ഇതൊരു 100-500 രൂപയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോളായതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ആൾക്കാരെ കുറച്ച് മുന്നിൽ മാത്രമായി തോന്നുന്നത്.
എന്നിരുന്നാലും വളരെ നല്ലൊരു ക്ലബ്ബാണ് ഇവിടെ നെടുങ്കണ്ടൂരിൽ പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് വിവിധ മേഖലകളിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാരും മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ക്ലബ്ബിനെ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചതിന് പ്രത്യേകിച്ച് സുരേഷ് നമ്പ്യാർക്കും അതുപോലെ അന്ന് സെക്രട്ടറി ആയിരുന്ന ഭാസ്കരൻ അളവാരിക്കും ആ ടീമിനും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ലയൺസ് ക്ലബ്ബിനെ കുറിച്ച് എന്താ അറിയാൻ നിൽക്കുക? ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ്. 1917 അമേരിക്കയിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ളത്. കഴിഞ്ഞ 103 വർഷം അമേരിക്കക്കാരുടെ കുത്തകയായിരുന്നു ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലെ മെമ്പർഷിപ്പ്. ഏറ്റവും കൂടുതൽ മെമ്പർമാർ കഴിഞ്ഞ 103 വർഷം 2017 മുതൽ 2020 വരെ അമേരിക്കയിലായിരുന്നു. 2021 ആദ്യമായിട്ട് ലയൺസിൻ്റെ മെമ്പർഷിപ്പ് ഇന്ത്യക്കാർ കൈയടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അമേരിക്കയിൽ തുടങ്ങിയ സംഘടനയോട് കുറച്ച് ഈ കാണുമ്പോഴൊരു ഈ ഷോ ഉണ്ടാവും, കുറച്ച് കോട്ട് സൂട്ടല്ലേ നമുക്ക് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഒരു ബാക്കിയെല്ലാം നമ്മൾ ശരിയായ എന്താ പറയുക, നമ്മളെല്ലാവരും നിങ്ങളുടെ നമ്മളെ സാധാരണക്കാരുടെ ഒരുവനായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ പ്രസ്ഥാനത്തിനുള്ളൂ. നിങ്ങൾ ബാനറിലൊക്കെയാണ് വി സേവാണ് നമ്മളെ മുദ്രാവാക്യം. നമ്മളെ ഒരുപാട് അറിയാം. നമ്മളിപ്പം പല ആൾക്കാരും നമ്മൾ കാണുന്ന പത്രാസും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും അവരെ വീട്ടിലെത്തുമ്പോൾ അല്ലേ നമ്മൾ ലയൺസിൽ തന്നെ ഒരാൾ മരണപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പുറത്ത് കാണിക്കുന്ന ജാടകളൊന്നും ആയിരിക്കില്ല ശരിയായ സത്യമായ ഒരു പച്ചയായ മനുഷ്യൻ. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി സഹായിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ. അപ്പോൾ കഴിഞ്ഞ 106 വർഷമായിട്ട് 2017 107 വർഷമായി നമ്മൾ ഈ ഒരു സേവനം മാത്രം ചെയ്തുകൊണ്ടിരുന്ന സംഘടന. അപ്പോൾ ഈ സംഘടനയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ മുക്കിലും മൂലം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 5 ലയൺസ് ഡിസ്ട്രിക്റ്റുകളാണല്ലോ. ലയൺസ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ 318 A, B, C, D എന്ന് പറഞ്ഞാൽ 5 ഡിസ്ട്രിക്റ്റുകളാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മാഹി ഉൾപ്പെടുന്ന 5 റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ലയൺസ് ഡിസ്ട്രിക്ട് 318. നിങ്ങൾ വേറെ കാണുന്നുണ്ടാവും. ഈ 5 റവന്യൂ ജില്ലകളിലായിട്ട് ഏതാണ്ട് 180-ലധികം ക്ലബ്ബുകളിലാണ് 6500 മെമ്പർമാരുള്ള ഒരു വലിയ സംഘടനയാണ് ലയൺസ് ക്ലബ്സ് നമ്മളെ ഈ ഡിസ്ട്രിക്ട്. സേവനം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പറ്റാവുന്ന സേവനങ്ങൾ ചെയ്യാം. നമ്മളിപ്പം വയനാട് ദുരന്തത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ $1,00,000 എന്ന് പറഞ്ഞാൽ 85 ലക്ഷം പറഞ്ഞു. പക്ഷേ നമ്മളെ മൾട്ടിപ്പിൾ കേരളത്തിൻ്റെ മൊത്തം ടാർഗറ്റ് നമ്മൾ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ടാർഗറ്റ് 5 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ. ഈ 1 ലക്ഷം ഉൾപ്പെടെയുള്ള ഈ $1,00,000 ഉൾപ്പെടെ 5 കോടി രൂപയ്ക്കുള്ള പ്രോജക്റ്റുകൾ നമ്മൾ വയനാട് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഈ അടുത്തൊരു വർഷം കൊണ്ട്. അത് ഒരു ഹോസ്പിറ്റലോ എന്താ നമ്മളതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. മിക്കവാറും ഒരു ഹോസ്പിറ്റലാകാനാണ് സാധ്യത. ഒരു 4 കോടി ചിലവിൽ ഒരു ഹോസ്പിറ്റൽ, ഒരു മൾട്ടിപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമ്മൾ നിർമ്മിച്ച് സർക്കാരിന് കൊടുക്കുന്നു. അവിടെ സർക്കാരിൻ്റെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇപ്പോൾ ഉള്ള മനസ്സിലുള്ള ഐഡിയ. അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങൾ മാത്രമേ കഴിഞ്ഞ വർഷം ഞാൻ ഗവർണറായ വർഷം ഞാൻ പറയാം നമ്മൾ ചെയ്ത സേവനങ്ങൾ 19 പുതിയ ക്ലബ്ബുകൾ ഉണ്ടാക്കി. അത് നമ്മളൊരു ഇതിൻ്റെ ഭാഗമാണ്. ഏത് പ്രസ്ഥാനത്തിലായാലും ഗ്രോത്തില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 19 പുതിയ ക്ലബ്ബുകൾ, എല്ലാ ക്ലബ്ബുകളും വളരെ സ്ട്രോങ് ആയി ഒരു ലയൺസ് ഇൻ്റർനാഷണൽ സംബന്ധിച്ചുള്ള 20 മെമ്പർമാരുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കിയ ക്ലബ്ബുകളിൽ എല്ലാ ക്ലബ്ബുകളും 30, 35, 40, 45 ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബ് 50 ആൾക്കാർ പോലും മെമ്പർമാരുടെ ക്ലബ്ബുകളാണ്. അപ്പോൾ പ്രസ്ഥാനത്തിനെ സ്ട്രോങ് ആക്കുക. അതിന് മുൻകൈ എടുത്തൊരു ആളാണ് രാജേഷ് കുഞ്ഞപ്പൻ. നമ്മൾ ഇന്ന് ഇവിടെ ഇൻസ്റ്റാളിംഗ് ഓഫീസറായിട്ടുള്ള അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇത്രയും ഒരു ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു ഓഫീസർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്ത 47 വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകി. 47 വീടുകൾ കഴിഞ്ഞ ഒരു വർഷം മാത്രമേ നമ്മൾ നിർമ്മിച്ചില്ല. പൂർണ്ണമായിട്ടുള്ള വീടുകൾ 35 വീടുകളും ബാക്കി പാർട്ട്ലി കൺസ്ട്രക്റ്റഡ് വീടുകളൊക്കെ ചെയ്തുകൊണ്ട് 47 വീടുകൾ കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അനുമതി കൂടി ഈ നെടുങ്കണ്ടൂർ ലയൺസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം ഔപചാരിക നിർവഹിച്ചത് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. ചൈനയിൽ ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെ
അംഗീകാരമുള്ള ഏക സംഘടന, ചൈനക്ക് പുറത്തുള്ള ഏക ഇൻ്റർനാഷണൽ അസോസിയേഷൻ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണലാണ്. നമ്മുടെ തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാൻ, അവിടെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിന് പുറത്തുള്ള ഏക ഇൻ്റർനാഷണൽ അസോസിയേഷൻ ലയൺസ് ക്ലബ്ബാണ്. ലോകത്ത് 210 രാജ്യങ്ങളിലും ഏതൊരു വിഷമാവസ്ഥയിലും ആദ്യം എത്തുന്ന ഇൻ്റർനാഷണൽ അസോസിയേഷൻ ലയൺസ് ക്ലബ്ബാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഇവിടെ സൂചിപ്പിച്ചത്, വയനാടിൽ 5 കോടിയുടെ സഹായം എത്തിച്ചത് ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണലാണ്. ഗവൺമെൻറ് ഏജൻസികൾ എത്തുന്നതിന് മുമ്പ് അവിടെ സേവനം എത്തിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ലയൺ ബോബിഷ് കുന്നത്തിൻ്റെ സിൽവർ ഹിൽസ് ലയൺസ് ക്ലബ്ബും ലയൺസ് ക്ലബ്ബ് ഓഫ് കൽപ്പറ്റയുമായിരുന്നു. ഉക്രൈനിലും സംഭവിച്ചതാണ്. സോവിയറ്റ് യൂണിയൻ്റെ ബോംബ് ഉക്രൈനിൽ വർഷിച്ചപ്പോൾ ലയൺസ് ക്ലബ്ബ് ഓഫ് കീവ്, ഉക്രൈനിലെ ഏറ്റവും പ്രബലമായ ലയൺസ് ക്ലബ്ബാണ്, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ലയൺസ് ക്ലബ്ബ് ഓഫ് കീവിൻ്റെ അംഗങ്ങൾ ഒരു ഡയറക്റ്റ് ബോർഡ് മീറ്റിംഗ് ചേർന്നു. ലോകത്തുള്ള ലയൺസ് ക്ലബ്ബുകളോട് സഹായം ആവശ്യപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ ഉക്രൈനിൽ ലോക സംഘടനയുടെ മുഴുവൻ സഹായമെത്തി. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ് നടുവണ്ണൂർ ലയൺസ് ക്ലബ്ബ്. അഭിമാനിക്കാം, ഇവിടുത്തെ ലയൺസ് അംഗങ്ങൾക്ക് അഭിമാനിക്കാം. ആർക്കും ലയൺസ് ക്ലബ്ബ് മെമ്പർഷിപ്പ് സ്വന്തം നിലയിൽ എടുക്കാൻ പറ്റില്ല, ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. അതുകൊണ്ടാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര ഈ പ്രദേശത്തെ ഏറ്റവും യോഗ്യന്മാരായ, സേവനത്തിന് മനസ്ഥിതിയുള്ള, നല്ല മനസ്സുള്ള 20 അംഗങ്ങളെ ലയൺസ് ക്ലബ്ബ് ഓഫ് നടുവണ്ണൂരിൻ്റെ മെമ്പർമാരായി ക്ഷണിച്ചത്. കുടുംബാംഗങ്ങൾക്കടക്കം ലയൺസ് ക്ലബ്ബ് ഓഫ് നടുവണ്ണൂരിൻ്റെ 20 അംഗങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമാണ് ഇന്ന്. നിങ്ങളൊരു ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെ ഭാഗമാവുകയാണ്. എഡ്മണ്ട് ഹിലാരി, നിങ്ങൾക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ജേതാവാണ്. എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കി നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ റുമേറിയ ലയൺസ് ക്ലബിൻ്റെ അംഗമായി ആ നാട്ടിലെ റുമേറിയ ലയൺസ് ക്ലബ്ബ് സ്വീകരിച്ചു. ജിമ്മി കാർട്ടർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ്. അദ്ദേഹവും ഒരു ലയൺ മെമ്പറായിരുന്നു. അദ്ദേഹത്തെയും ലയൺസ് ക്ലബിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ ലയൺസ് ക്ലബിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവായ ലയൺസ് ക്ലബ്ബ് ഓഫ് അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായ ചാർട്ടർ മെമ്പറായിരുന്നു അദ്ദേഹത്തെ മെമ്പറായി കൊണ്ടുവന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്നിറങ്ങി ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനിൽ വന്നപ്പോൾ ലയൺ ജിമ്മി കാർട്ടർ പറഞ്ഞു, ഫ്രണ്ട്സ്, ലയണിസമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്താൻ എനിക്ക് കരുത്തു നൽകിയത്. അതുപോലെ ഇന്ന് നടുവണ്ണൂരിൽ ഇന്ന് ലയൺ അംഗമായി സ്ഥാനമേൽക്കുന്ന ഓരോ അംഗത്തിനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സംഘടനയിലേക്ക് വരാൻ കാണിച്ച വലിയ മനസ്സിന് ഇൻ്റർനാഷണൽ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ 20 അംഗങ്ങളെയും അകമഴിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ആ 20 അംഗങ്ങളോടൊന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ഈ ഫ്രണ്ട് റോവിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് അവരെ സ്വീകരിക്കാം. മണി ഒന്ന് ചുരുക്കം പേരിൽ ആ 20 അംഗങ്ങളെ പേരൊന്ന് പറയാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. ലയണിസത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരു പ്രതിജ്ഞ ചൊല്ലുന്നതോടുകൂടി നിങ്ങളൊക്കെ ഈ ഇന്റർനാഷണൽ അസോസിയേഷന്റെ ഭാഗമാവുകയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ചുരുക്കം ചില വാക്കുകളിൽ നിങ്ങളുടെ വലത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ലയൺ മെമ്പർമാർ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചൊല്ലുന്ന പ്രതിജ്ഞ, ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരൊന്ന് ഒച്ചത്തിൽ പറയണം. മേലോട്ട് ഉയർത്തിപ്പിടിച്ചോ. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരൊന്ന് ഉയർത്തി പറയണം. അതിനുശേഷം ഞാൻ ചൊല്ലുന്ന പ്രതിജ്ഞ ചുരുക്കം ചില വാക്കുകൾ ചൊല്ലിയത്. ഞാൻ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ നിയമാവലികൾ അനുസരിക്കുന്നതാണെന്നും ലയൺസ് ക്ലബ്ബ് ഓഫ് നടുവണ്ണൂരിലെ അംഗമെന്ന നിലയിൽ
ഈ ക്ലബിനെ ശക്തിപ്പെടുത്താനും ഇന്റർനാഷണൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്ന ഡ്യൂസ് കൃത്യസമയത്ത് നൽകി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. കൈതാർത്താം. ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്രയിലെ അംഗങ്ങളോടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ്. ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്ര സ്പോൺസറിംഗ് ക്ലബ്, ഒരു സ്പോൺസേഴ്സ് ഓത്തുണ്ട്. ഈ ലയൺസ് ക്ലബ് ഓഫ് നടുവണ്ണൂരിലെ അംഗങ്ങളെ വരും നാളുകളിൽ ഇന്റർനാഷണൽ അസോസിയേഷന്റെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു ക്ലബായി ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്ര സ്പോൺസറിംഗ് ക്ലബ്ബ് ശ്രമിക്കുമെന്നൊന്ന് വലത് കൈ ഉയർത്തി നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. പേരാമ്പ്ര ക്ലബിലെ അംഗങ്ങളോടൊന്ന് മുന്നോട്ട് വരികയാണ് അഭ്യർത്ഥിക്കുകയാണ്. ഈ പിൻ ധരിക്കുന്നതോടുകൂടി ധരിച്ചുകൊണ്ട് പങ്കെടുക്കണം. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഈ പിൻ ധരിച്ചുകൊണ്ട് ഏതൊരു ലയൺസ് ക്ലബ് മീറ്റിംഗിലും നമ്മുടെ ഏത് കോണിൽ പോയാലും ഏതൊരു ലയൺ അംഗത്തോടും ഈ പിൻ ധരിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ സഹായം ലിബിന്റെ വെളിച്ചം പകർത്തും എന്നതിന്റെ സൂചനയായി ഒരു ദീപം തെളിയിച്ചു നൽകാൻ അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ എല്ലാവരോടും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ്. നല്ലൊരു കൈയടിയോടുകൂടി ഈ now I declare that the friends who took oath now are the proud members of Lions Club International. Now onwards you will be known as Lion before your name. നല്ലൊരു കൈയടി. ഈ പുതിയ അംഗങ്ങളെ ലയൺസ് ക്ലബ് ഓഫ് നടുവണ്ണൂരിന്റെ ഒരു കൂട്ടായ്മയിലേക്ക് ഒന്ന് ആനയിച്ചിരുത്താൻ വേണ്ടി ലയൺസ് ക്ലബ് ഓഫ് പേരാമ്പ്രയോട് അഭ്യർത്ഥിക്കുകയാണ്. പേരാമ്പ്ര മെമ്പേഴ്സ് ആ പുതിയ വെഴുതിരി നമുക്ക് സ്റ്റേജിലേക്ക് വാങ്ങിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ചുറ്റും നമുക്ക് നോക്കാം. നല്ലൊരു കൈയോടുകൂടി ഇന്ന് ഈ ഒരു ദിവ്യമായ ചടങ്ങിൽ ലോകത്തിലൊട്ടുമിക്ക രാജ്യങ്ങളിലും അതിൻ്റെ വേരുകൾ വ്യാപിപ്പിച്ച് ഒരു സഹായക പ്രസ്ഥാനമായി സമൂഹത്തിനാകെയുള്ള സഹായക പ്രസ്ഥാനമായി മാറുന്നതിൻ്റെ ഭാഗമാവുകയാണ് നടുവണ്ണൂരും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് നടുവണ്ണൂർ ഒരർത്ഥത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നു എന്നാണ്. നഗരങ്ങളുടെ സ്വഭാവം ഒന്ന് ഈ കാണുന്ന ഇതൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യവസായവൽക്കരണം അതിൻ്റെ ഒരു ഭാഗത്തുണ്ടാകും, വാണിജ്യ നഗരങ്ങളുടെ വളർച്ച മറ്റൊരു ഭാഗത്തുണ്ടാകും. അതിനോടൊപ്പം പുതിയ ചില വിഭാഗങ്ങൾ, ക്ലാസുകൾ അവിടെ ഉയർന്നു വരും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഘടനകൾ രൂപപ്പെട്ടു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സ്വാഭാവികമായും ഒരർത്ഥത്തിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയുടെ സൂചനയായി ഇതിനെ കണക്കാക്കാവുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച പലരും പ്രതിപാദിച്ചതുപോലെ ഒട്ടേറെ സേവനങ്ങൾ സമൂഹത്തിൻ്റെ, കേരളീയ സമൂഹത്തിൻ്റെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ നൽകിയതിൻ്റെ പിന്മുറക്കാരായാണ് നടുവണ്ണൂരിലേക്കും പുതിയ വികസന വഴികൾ തേടി ലയൺസ് ക്ലബിൻ്റെ ഒരു യൂണിറ്റ്, ഒരു അതിൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് യഥാർത്ഥത്തിൽ ഇവിടെ വളർന്നു വരും. തീർച്ചയായും അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹം അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലത്ത് തൻ്റെ ചുറ്റിലുമുള്ളവരുടെ വേദനയും പ്രയാസങ്ങളും കാണുകയും അതിൽ തന്നാലാവുന്നത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന അന്വേഷണവും ഒരു സംഘടനയുടെ ഭാഗമായി നിന്ന് അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു സംഗതിയാണ്.
അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നാണ് മുമ്പ് കവി പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ജീവിതം കൊണ്ട് താൻ മാത്രമല്ല, താനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് താനും തൻ്റെ കുടുംബവും തൻ്റെ ബന്ധപ്പെട്ടവരും തൻ്റെ ചുറ്റിലുമുള്ളവരും എന്നർത്ഥത്തിലല്ല. തൻ്റെ ജീവിതം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് നേരെ കരുണാർദ്രമായി നമുക്ക് നോക്കുവാനും സ്നേഹമസൃണമായി അവരോട് പെരുമാറുവാനും കഴിയുമ്പോഴാണ് മനുഷ്യർ വിവേകികളാവുന്നത്. വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യമായി എഴുതി വച്ചിട്ടുള്ളത് ഋഗ്വേദത്തിലൊരു മന്ത്രമാണ്. ഈ ലോകം ഒരു പക്ഷിക്കൂടായി തീരട്ടെ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിനോട് അന്ന് പലരും ചോദിച്ചിരുന്നു, ഒരു സർവകലാശാല ആരംഭിക്കുമ്പോൾ എഴുതേണ്ടുന്ന വാക്കുകളാണോ ഇതെന്ന്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ മറുപടി, നമുക്ക് വിദ്യാഭ്യാസം പലതും തരും, ജോലി തരും, വരുമാനം തരും, പദവികൾ തരും, അങ്ങനെ പലതും. എന്നാൽ ആത്യന്തികമായി നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ചുറ്റിലുമുള്ളവരോട് കരുണാർദ്രമായി പെരുമാറുവാനും സ്നേഹമിശ്രണമായി ഇടപെടുവാനും കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ആ അർത്ഥത്തിൽ തങ്ങളുടെ ചുറ്റിലുമുള്ളവരുടെ വേദനയിൽ തങ്ങളാലാവുന്നത് ചെയ്യുന്നതിന് ഒരു സംഘം നെടുവണ്ണൂരിൽ പുതുതായി ഉദയം ചെയ്യുന്നു എന്നുള്ളത് നെടുവണ്ണൂരിൻ്റെ നെടുവണ്ണൂർ എന്ന പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒരു തലവൻ എന്നുള്ള നിലയിൽ തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിനും ഈ പ്രവർത്തന പരിപാടികളിൽ നിങ്ങളാലാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്താതെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹാഭിവാദം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളുടെ ഫസ്റ്റ് മീറ്റിംഗ് നാൾ കണ്ടക്ട് ചെയ്ത ഡേറ്റ് പറയുമ്പം 13th February ആണ്. 13th February ഇപ്പോൾ ഇല്ല നിങ്ങളുടെ ഇൻകമ്മിങ് പ്രസിഡൻറ്റ് ലാൻ സുരേഷ് ബാബു, പിന്നെ സെക്രട്ടറി ലാൻ അനിൽ കോലിയോട്ട്, പുള്ളിൻ്റെ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ടാണ് നാലാൾ നാളുടെ സുരേഷ് നമ്പ്യാർ ഉണ്ടായത്, മൈസെൽഫ്, നാളുടെ നെക്സ്റ്റ് ഇയറിന് ഗവർണർ രവി ഗുപ്ത, എന്നാൽ മൂന്നാണ് ഇരുന്നിട്ട് പ്ലാൻ ചെയ്ത ഒരു ക്ലബ്ബാണ്. 13th February ആണ്. ഈ ക്ലബ്ബ് ചാർട്ടർ ചെയ്ത 20th June ആണ്. 20th June ആണ് ക്ലബ്ബ് ചാർട്ടർ ആയത്. ഓൾ ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് ആർ ദർ. ഇതിൽ ഇറ്റ്സ് വെറൈറ്റി ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഓൾ ആർ വെരി സർവീസ് മൈൻഡഡ്. ഇത് ഫോർമുലേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ദ പോളിസി. You have to fully support the PST team. Thank you, sir. You can take it. എത്ര മെമ്പർ ആഡ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് okay. Please take it. You stand there. You don't have to move. Coming to joint secretary and secretary. You just stand. Joint secretary can come and sit here. You take your seat. Commit a deal, perform 200% so that you perform 101%. Support this. Stand there. You have to support this board member and see that this your club runs. Bhaskaran Algapuri, policy. I requested. I request our cabinet members, especially our past DCS, last year DCS, Lance Srinivasa Pai, to hand over the club properties, banner, gang goal to the incoming team. President, thanks to this power. Go. Guy, only 5 minutes. Nigel Kellargi, President, please be seated. ക്ലബിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഈ 20 മെമ്പറുടെ പേര് ഈ ക്ലബിലെ ഈ ചാർട്ടിൽ ഉണ്ടാവും. സോ ലൈഫ് ലോങ് ദിസ് ക്ലബ് ദിസ് 20 മെമ്പർ നെയിം വിൽ ബി ദർ. ദേ ഹാവ് ടു പ്രിന്റ് ദ നെയിം ദർ ഇൻ ദ ബാലൻസ് ഏരിയ. ഇതാണ് ഇതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്.
ഇപ്പൊ കോർട്ടിൽ കാണുന്നില്ല, ഇത് കോർട്ടിൽ മിസ്സായി പോയി. എന്നാൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഒരു സിമ്പിൾ ആണ് ഇത്. ഇതൊന്നുമില്ല, പ്രസിഡന്റ് നിങ്ങളുടെ ബിഹാഫ് ഓൺ ബിഹാഫ് ഓഫ് ലയൺസ് ക്ലബ് നടുവന്നൂർ ദിസ് ഇസ് ഹാൻഡ് ഓവർ ടു ദ പ്രസിഡന്റ് ടു control the meeting. ഒന്നില്ല, എന്തെങ്കിലും മീറ്റിംഗ് കൺട്രോൾ ചെയ്യാണെങ്കിൽ can just hit like this and control it. Not to disturb you people. It is your love, confidence and sympathy towards your club president. So on behalf of Lions Club of Naduvannur, I am handing over the gavel to your president to see that he uses it in a proper way. Pros. Achyutan Master shines as a national volleyball coach and player. ഔപചാരികമായ ആരോഹണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നടുവന്നൂരിലെ ഒരു കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതിൽ എൻ്റെ ഉൾപ്പണമായ നന്ദികളെല്ലാം അറിയിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളെയും ശ്രീ അനിൽ തുടങ്ങി എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭം മഹത്തായ സംരംഭമായി മാറ്റാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ധന്യം മുഹൂർത്തം നമുക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. സ്നേഹം, സന്തോഷം സർ രണ്ടു വാക്കുകൾ പറയാൻ വേണ്ടി ഡോക്ടർ. ഇന്നത്തെ ഈ ലയൺസ് ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ വേദിയിൽ ആദ്യത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏത് രീതിയിലാണ് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും സന്തോഷമുണ്ട്. ഏതായാലും ഈ കാലത്ത് ഇത്രയും ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 50 കൊല്ലത്തോളായി. ഇങ്ങനെ സർവീസ് ഫസ്റ്റ് എന്നുള്ള മോട്ടോ, അതാണല്ലോ ലയൺസ് ക്ലബിൻ്റെ മോട്ടോ. അങ്ങനെ ഒരു സംഘടന ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയുണ്ടോ, അതിവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പൊതുജനങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഇങ്ങനെ വളരെയധികം എഫിഷ്യൻ്റായിട്ടുള്ള ഇവിടുത്തെ ഭാരവാഹികളും താല്പര്യം കാണിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നന്നായി ആൾക്കാർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Positively influence countless lives throughout their distinguished career. Their enduring commitment and skill exemplify the highest standards of medical excellence. ഡോക്ടർക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇവർ പകർന്നു ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്നേഹാദരം തന്നതിന് എൻ്റെ അവൈധവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും ലയൺസ് ക്ലബ്ബ് നടുവണ്ണൂർ എന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു. വളരെ പ്രൗഢഗംഭീരമായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ നടുവണ്ണൂരിൻ്റെ മണ്ണിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ തന്നെ നമ്മൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഇന്ന് തന്നെ നമ്മൾ 2 ഡോക്ടർമാരെ ആദരിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന അധ്യാപകനെ ആദരിച്ചു. അതുപോലെ നമ്മൾ അടുത്ത ഒരു പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് മണ്ണങ്കാവ് LP സ്കൂളിൽ നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള ഒരു 10ഓളം ചെയർ ചെയ്യാനുള്ളൊരു പദ്ധതി കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള 1-2 സ്കൂളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കത് നൽകാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ സീനിയർ മെമ്പർമാരോടും
ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഈ നടുവണ്ണൂർ മണ്ണിൽ നടപ്പിലാക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പാലിയേറ്റീവ് രംഗത്ത് ഇതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിറ്റിരോപ്പള്ളി മാതൃഭൂമി കൂടി സംഘടിപ്പിക്കുന്ന എൻ്റെ വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടുവണ്ണൂരിൽ മാത്രം 20ഓളം വീടുകൾ, നിർദ്ധരായ കുടുംബങ്ങൾക്ക് 20ഓളം വീടുകൾ എത്തിച്ചു നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അരിക്കുളം പഞ്ചായത്ത്, അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ പഞ്ചായത്ത്, ഉള്ളിയേരി പഞ്ചായത്ത്, കീരൂർ പഞ്ചായത്ത്, നമ്മുടെ തൊട്ടടുത്ത നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന വിവിധ മേഖലകളിൽ അതിൻ്റേതായ നമ്മുടെ കയ്യൊപ്പുണ്ടായിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും പരമാവധി സാന്ത്വന പ്രവർത്തനങ്ങൾ ഞങ്ങളുണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മാത്രമേ പറയാനുള്ളൂ. ഇനി വരുന്ന എല്ലാ ലയൺസ് ക്ലബ്ബ് മീറ്റിങ്ങുകളും ഇതുപോലെയല്ല. ഇൻസ്റ്റലേഷൻ മീറ്റിംഗ് മാത്രമാണ് ഇത്രയും സമയമെടുക്കുക. സാധാരണ മീറ്റിങ്ങുകൾ സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയണം, വളരെ ചെറിയ മീറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഇത് കണ്ടുകൊണ്ട് അടുത്ത മീറ്റിംഗ് ഒന്നും വരാതിരിക്കരുത്. എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി പങ്കെടുക്കുക, ക്ലബിനെ നല്ല സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അതേപോലെ തന്നെ LCFൻ്റെ ചുരുക്കം ഒരു കാര്യം പറയാം. 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2.5 രൂപ തിരിച്ചു. ഇപ്പം നമ്മൾ വയനാട് കൊടുക്കുന്ന 5 കോടി രൂപ അത് മുഴുവൻ LCF ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്ടറി ലയൺസ് ക്ലബിനെ പറ്റി മനസ്സിലാക്കുക. അതിൽ കൊടുക്കുന്നത് സാമ്പത്തികമായ സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് LCFന് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. At the same time, I compliment and congratulate our Suresh Nambiar for taking this effort. കാരണം ഒരു 4-5 കൊല്ലമായിട്ട് നടുവണ്ണൂരിൽ ഇങ്ങനെ ഒരു ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പരാജയപ്പെട്ടു പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ ഈ മുക്തകണ്ഠം പ്രശംസിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നു. എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. അതിനെല്ലാം പുറമെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പേരാമ്പ്ര ക്ലബിൻ്റെ എല്ലാവിധ സ്വാഗതവും സന്തോഷവും പറയുന്നതിനോടൊപ്പം ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് 2-3 ക്ലബ്ബ് ഉണ്ടാക്കി എനിക്കറിയാം. 2-3 കൊല്ലം മെനക്കെട്ടാൽ ഒരു ക്ലബ്ബ് ഫോം ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതേതായാലും ഇന്നിവിടെ നടത്താൻ പറ്റി. എല്ലാ ആശംസകളും നേരുന്നു. കാരണം ലയൺസ് ക്ലബ്ബ് നടുവണ്ണൂരിൽ യാഥാർത്ഥ്യമാവുക എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു. വളരെ കുട്ടിയായിരുന്ന കാലത്തൊക്കെ കോഴിക്കോട് എല്ലാം പോകുന്ന സമയത്ത് മാത്രമാണ് ലയൺസ് പാർക്കും ലയൺസ് ക്ലബ്ബും ഒക്കെ കണ്ടിട്ടുള്ളത്. അത് ഏതെങ്കിലും സന്ദർഭത്തിൽ നടുവണ്ണൂരിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. And today's thank you. നമ്മുടെ നടുവണ്ണൂർ ലയൺസ് ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.